നമസ്കാരം. എന്താടോ താൻ നന്നാവാത്തെ എന്ന് ഒരു മലയാള സിനിമയിൽ വളരെ പ്രശസ്തമായൊരു ഡയലോഗുണ്ട്. അതൊരു വ്യക്തിയെ ചൂണ്ടിക്കൊണ്ടാണ്, വ്യക്തിയോടാണ് അത്തരത്തിലൊരു ഡയലോഗ് പറഞ്ഞ് എന്താടോ താൻ ഇനിയും നന്നാകാത്തെ എന്നത്. ഇപ്പോൾ നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രദേശത്തെ ചൂണ്ടിക്കൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കൊണ്ട് വന്നിരിക്കുന്നു. എന്താടോ നിങ്ങൾ നന്നാകാത്തെ? കണ്ണൂർ എന്ന പ്രദേശത്തെ ചൂണ്ടിക്കൊണ്ടാണ് ഇത് പറയുമ്പോൾ. കണ്ണൂരിലെ സാധാരണ ജനങ്ങൾ, എല്ലാവിധ ജനങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ചോദ്യം എന്ന് ധരിക്കേണ്ടതില്ല. കണ്ണൂർകാർക്ക് വിഷമമുണ്ടാകും എന്നറിയാം ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ, എന്താടോ നിങ്ങൾ നന്നാവാത്തേ എന്ന്. പക്ഷേ നിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ എല്ലാവരും അതിന് ഉത്തരവാദിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. അത് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നവർക്ക് നേരെ മാത്രമാണ് ഈ ചോദ്യം എത്തുന്നത്. കണ്ണൂരിന്റെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് നിൽക്കാത്ത സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് ബാധകമല്ല എന്നുകൂടി ഞാൻ ആദ്യമേ പറയട്ടെ. എന്തായാലും ഒരു കാര്യം കണ്ണൂർകാർക്ക് ഉത്തരവാദിത്വമുണ്ട്, എല്ലാ കണ്ണൂർകാർക്കും. CPM എന്ന പാർട്ടിയെ പോറ്റി വളർത്തിയ മണ്ണ് നിങ്ങൾ ഇനിയും കൂടുതൽ ആ പാർട്ടിയെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ദോഷങ്ങൾ അനുഭവിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണോ നിങ്ങൾ നന്നാവാത്തേ എന്ന് ചോദിക്കേണ്ടി വരുന്നത്. ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ പോലും അവിടെ സമാധാനം നിലനിർത്താൻ ഈ ഭരണകക്ഷി ഭരിക്കുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്ന CPM ഭരിക്കുന്ന കാലഘട്ടത്തിൽ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ, അവിടെ ഈ പാർട്ടി അണികളെ പരുവപ്പെടുത്തിയെടുത്തത്, വളർത്തിക്കൊണ്ടുവന്നത്, പഠിപ്പിച്ചു കൊണ്ടുവന്നത് എന്താണ് എന്ന് ഓരോരുത്തർക്കും മനസ്സിലാകും. തിരുത്താൻ കഴിയാത്ത തരത്തിൽ, പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ, പറഞ്ഞ് തിരുത്താൻ കഴിയാത്ത തരത്തിൽ അവർ കെട്ടുപോയിരിക്കുന്നു പല പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളും. സ്വന്തം കൈ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല ബോംബുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനവിഭാഗം. ആലോചിച്ച് നോക്കുക, നമ്മുടെ കൈ, അതാണ് ഏറ്റവും പ്രധാനം. അധ്വാനിക്കുന്ന, ഈ മുട്ടി ചുരുട്ടുന്ന, ഇംഗ്ലാവ് വിളിക്കുന്ന, അധ്വാനിക്കാൻ വേണ്ടി ഈ 5 വിരലുകൾ കൂട്ടിപ്പിടിച്ച് നമ്മൾ അധ്വാനിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിക എടുക്കുന്ന, അല്ലെങ്കിൽ മറ്റ് അരിവാൾ പിടിക്കുന്ന ഈ മുട്ടി നഷ്ടപ്പെടുത്താൻ പോലും, ഈ കൈപ്പത്തി നഷ്ടപ്പെടുത്താൻ പോലും താല്പര്യം കാണിക്കുന്ന, അതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു അണികൾ, ആ അണികളെ വാർത്തെടുത്ത നേതാക്കൾ, ഈ നേതാക്കൾ ഇതിന് ഉത്തരവാദിത്വം പറയണം. എന്താടോ നിങ്ങൾ നന്നാവാത്തതെന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് വളരെ ജനാധിപത്യപരമായി ആണ് നടക്കേണ്ടത്. കേരള രാജ്യത്ത് ജനാധിപത്യമാകെ പോയി കിടക്കുന്നു, സമാധാനമില്ലാതായിരിക്കുന്നു, ഭരണഘടന നശിച്ചിരിക്കുന്നു എന്നൊക്കെ വീമ്പിളക്കുന്ന, അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ പരാതിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടി പ്രധാന കേന്ദ്രമായ പാനൂരിലാണ് ഇപ്പോൾ ഈ ബോംബ് പൊട്ടിയിരിക്കുന്നത്. 2 ചെറുപ്പക്കാരുടെ 26ഉം 24ഉം വയസ്സുള്ള, ഈ പ്രായം എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതമാണ്. ആ 26ഉം 24ഉം വയസ്സുള്ള 2 ചെറുപ്പക്കാരുടെ കൈപ്പത്തി അറ്റുപോയിരിക്കുന്നു. അതിൽ ഒരാളുടെ കൈപ്പറ്റി അറ്റുപോയി, ഒരാൾ ഗുരുതരമായ അവസ്ഥയിൽ ചികിത്സയിലാണ്. ബോംബ് ഉണ്ടാക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലം നിങ്ങൾ എന്തിനാണ് ബോംബ് ഉണ്ടാക്കാൻ പോയത്? ആർക്കെതിരെ പ്രയോഗിക്കാനാണ് നിങ്ങൾ ഈ ബോംബ് ഉണ്ടാക്കാൻ പോയത്? എന്താണ് ബോംബ് ഉണ്ടാക്കുന്നതിന് പിന്നിലുള്ള ചേതോവികാരം? ആരാണ് നിങ്ങളെ ഈ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി ഉപദേശിച്ച് നിർദ്ദേശം നൽകി പറഞ്ഞു വിട്ടത്? ഈ ബോംബ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എവിടെ ഉപയോഗിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചിരുന്നത്? എവിടെയൊക്കെ വിതരണം ചെയ്യാനാണ് ശ്രമിച്ചിരുന്നത്? നിരവധി ചോദ്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൽ ഉണ്ടായിരിക്കുന്നത്. 2 ചെറുപ്പക്കാർ പാനൂരിലെ പോലീസ് സ്റ്റേഷന് കീഴിലുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ ഈ ബോംബ് പൊട്ടിയിരിക്കുന്നത്. അതില് ഷെറിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് 26 വയസ്സ്, വിനീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് 24 വയസ്സ്. ആലോചിക്കുക, ഇനി അയാൾക്ക് ഒരാളിന് ഇനി അവന്റെ ജീവിതത്തിൽ അധ്വാനിച്ച് ജീവിക്കാൻ കഴിയില്ല. അവന്റെ കൈപ്പത്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ ഇനി ജീവിതകാലം മുഴുവൻ ആശ്രയിക്കണം. 90കളിൽ ഇതായിരുന്നു കേരളത്തിന്റെ, കണ്ണൂരിന്റെ അവസ്ഥ. 90കളിൽ ഈ രാഷ്ട്രീയ സംഘടനകളും രാഷ്ട്രീയ കൊലപാതകങ്ങളും നടക്കുന്ന പാനൂരിൽ ഒരു പാർട്ടി ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. ആ പാർട്ടി ഗ്രാമത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നിരവധി കൈയില്ലാത്ത ആൾക്കാരെ കാണാൻ കഴിയുമായിരുന്നു. എന്തുകൊണ്ട്, എങ്ങനെ കൈയില്ലാതെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതുപോലെ ബോംബ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചാണ്. പലരും മരിച്ചിട്ടുണ്ട്,
പലരും കൈപ്പത്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലർക്കും പിന്നെ മുന്നോട്ട് പോയി ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ ശാരീരിക അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് ബോംബ് പൊട്ടിയതിന്റെ ഭാഗമായിട്ട്, ബോംബ് നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ പൊട്ടിയതിന്റെ ഭാഗമായിട്ട്. അല്ലാതെ ബോംബ് എറിഞ്ഞ് പരിക്കേൽപ്പിച്ചതും ധാരാളമുണ്ട്. അങ്ങനെ കൈകൾ നഷ്ടപ്പെട്ട നിരവധി പേരെ കാണാം. ഇപ്പോഴും ഈ കണ്ണൂരിന്റെ മണ്ണിൽ പാനൂർ പ്രദേശത്ത് ധാരാളം പേരുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലൊരു ബോംബ് പൊട്ടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഈ ആഭ്യന്തര മന്ത്രാലയം ഏറ്റെടുക്കണം. കേരളം ഭരിക്കുന്ന ക്രമസമാധാന നില സംരക്ഷിക്കാൻ ഉത്തരവാദിത്വപ്പെട്ട മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന, പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ഈ ആഭ്യന്തര വകുപ്പ് ഈ ബോംബ് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അത് ആരാണ്, ഈ രണ്ടുപേരുടെ പേരിപ്പോ ഉണ്ട്, പരിക്കേറ്റ ആശുപത്രി കിടന്ന രണ്ടുപേരുടെ, അവർക്കെതിരെ എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് നടപടിയെടുക്കണം, കേസെടുക്കണം. മാത്രമല്ല ഇതിന് പിന്നിൽ നിൽക്കുന്ന ആരൊക്കെയാണെന്ന് കണ്ടെത്തി അവർക്കെതിരെയും കേസെടുക്കണം. അല്ലാതെ വീണ്ടും പാർട്ടി സഖാക്കളെ സംരക്ഷിക്കാനാണ് ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയൻ ശ്രമിക്കുന്നതെങ്കിൽ ഇനിയും കേരളത്തിലെ മറ്റു പ്രദേശത്തിലെ ജനങ്ങൾക്കും ചോദിക്കേണ്ടി വരും കണ്ണൂരിനോട്, എന്താടോ നിങ്ങൾ നന്നാവാത്തേ എന്ന്. കണ്ണൂരുകാരെല്ലാവരും അടച്ചാക്ഷേപിക്കുകയല്ല ഞാൻ ചെയ്യുന്നെന്ന് ആദ്യമേ പറഞ്ഞു. കണ്ണൂരുകാരെ അതിൽ പ്രതിഷേധിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ ചെയ്ത ഒരു വലിയ അപരാധം, ഈ പാർട്ടിയെ തീറ്റിപ്പോറ്റിയതിന്റെ അപരാധം അനുഭവിക്കുക തന്നെ വേണം.